ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെയ്യറസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ടുള്ളൊരു ഹെയർ കെയർ ആണ്. മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് നമ്മളിന്ന് തയ്യാറാക്കുന്ന ഹെയർ ടോണർ നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം നല്ലവണ്ണം കളഞ്ഞ് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അതിന് മുമ്പായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ തല ചീകാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അങ്ങനെ ചീകി കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടിപ്പോകാൻ അതുപോലെ തന്നെ പെട്ടെന്ന് ഊരിപ്പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ തലയിൽ എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ തല ചീകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ പല്ലകലുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് തന്നെ ചീകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ പല്ലകലുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് ചീകി കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടി നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഹെയർ കെയറിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള തേങ്ങയാണ് കേട്ടോ. ഇതിൻ്റെ വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മതി കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു തേങ്ങ നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ വെള്ളം സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് അത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് മുടിയിലും കൂടെ ആവശ്യമുണ്ട് എങ്കിൽ ഈ ഒരു വലിയ തേങ്ങ പൊട്ടിച്ച് വെള്ളം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തേങ്ങ പൊതിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ സ്കാൽപ്പിലത്തേക്ക് ആവശ്യമായിട്ടുള്ള എന്തായാലും ഇതിൽ കാണും. പൊട്ടിച്ച് നോക്കാം. സാധാരണ എനിക്ക് തേങ്ങ പൊട്ടിച്ചാൽ അതിൻ്റെ വെള്ളം കിട്ടാറില്ല കേട്ടോ. പിള്ളേർ വന്ന് പെട്ടെന്ന് വാങ്ങിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് അടിയാണ്. കുടിക്കുന്നത് നല്ലതാണല്ലോ, അതുകൊണ്ട് അവർ കുടിക്കും കേട്ടോ, കളയാതെ. അപ്പോൾ ഇന്ന് അവർ സ്കൂളിൽ പോയിരിക്കുന്ന തക്കം നോക്കിയാണ് ഞാൻ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊട്ടിച്ചിട്ട് ഈ പൊടിയെല്ലാം ചിലപ്പോൾ അതിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അത് ഒന്ന് അരിച്ച് മാറ്റിയിട്ട് നമുക്ക് വരാം. നമ്മുടെ തേങ്ങാ വെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നത് നമ്മുടെ തലയോട്ടിയിലും നമ്മുടെ മുടിയിലും ജലാംശം നിലനിർത്താനും നമ്മുടെ തലയോട്ടിയിലെയും മുടിയിലെയും വരൾച്ച മാറ്റാനും മുടിയുടെ ചുളിവ് തടയാനും സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മുടെ മുടിയുടെ ആരോഗ്യം നല്ലവണ്ണം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ടേ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നല്ലവണ്ണം കോമ്പ് ചെയ്തതിന് ശേഷം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതാണ് കാണിക്കാത്തത്. ഇനി നമുക്കത് നമ്മുടെ തേങ്ങാ വെള്ളം നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ വെള്ളം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചല്ല എങ്കിൽ നമ്മുടെ സ്പ്രേ ബോട്ടിലായാലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ തേങ്ങാ വെള്ളത്തിൽ ധാരാളം വൈറ്റമിൻ സി, പൊട്ടാസ്യം, അതുപോലെ തന്നെ മഗ്നീഷ്യം തുടങ്ങിയ ആവശ്യ വൈറ്റമിനുകളും ധാരാളം ധാതുക്കളും അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് തലയോട്ടിയിലെ നമ്മുടെ രോമാകൂപങ്ങളെയും പോഷിപ്പിക്കുകയും ആരോഗ്യകരമായ മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ തേങ്ങാ വെള്ളത്തിലെ പോഷകങ്ങൾ നമ്മുടെ മുടിയുടെ ഇഴകളെ ശക്തിപ്പെടുത്തുകയും മുടി പൊട്ടുന്നതും അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കുന്നതിനും സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഇടതൂർന്നു നമ്മുടെ മുടി വളരാനും വളരെയധികം ഗുണം ചെയ്യും കേട്ടോ. സൈറ്റോകിനുകളും ലോറിക് ആസിഡും കൊണ്ട് സമ്പന്നമാണ് കേട്ടോ നമ്മുടെ തേങ്ങാ വെള്ളം. അത് നമ്മുടെ തലയോട്ടിയിലേക്കുള്ള രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കൂടാതെ രോമകൂപങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുകയും മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിത് തലയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മസാജും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് പെട്ടെന്ന് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇതിൻ്റെ പോഷകങ്ങളെല്ലാം ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാ വെള്ളത്തിലെ ആൻറ്റി ഫംഗൽ, ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളും നമ്മുടെ താരൻ മാറാനും മറ്റണുബാധകൾക്കെതിരെയും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ തലയോട്ടി നല്ല വൃത്തിയിൽ സംരക്ഷിക്കാനും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ തേങ്ങാ വെള്ളം ഹെൽപ്പ് ചെയ്യുകയെ. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാ വെള്ളം പതിവായി ഉപയോഗിക്കുന്നത് മുടിയുടെ മൊത്തത്തിലുള്ള ഘടന മെച്ചപ്പെടുത്തുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ തേങ്ങാ വെള്ളം മുടിയെ നല്ല മൃദുവും മിനുസമുള്ളതാക്കാൻ വേണ്ടിയിട്ടും നല്ല തിളക്കമുള്ളതാക്കി നിലനിർത്താനും നമ്മുടെ മുടിയുടെയും സ്കാൽപ്പിനെയും വരൾച്ചയെ തടയാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വരൾച്ചയെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വെളിച്ചെണ്ണ തലയിൽ അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം.